Praise the Lord. Hallelujah. Hallelujah. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സതീഷ് അവറുകൾ സന്നിധിരായിരുന്ന എല്ലാ വാത്സല്യ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified this evening. ഒരിക്കൽ കൂടെ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. Once again we bring greetings to each and every one of you in the name of Jesus. ഇന്നലെ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതായ ദൈവമക്കൾക്ക് നാം വായിച്ച കുറിവാക്യം ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. I believe that those who heard the word yesterday, you remember the key word that we spoke from Ephesians 3 verse 20. ആ ഭാഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, പക്ഷേ അതിൻ്റെ തുടർച്ച എന്ന വണ്ണം അതേ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം മുതൽ വേഗം വായിക്കാം. Even though we are not going back to the same passage, but I'm going to take your attention to Ephesians chapter 1 verses 15. അവിടെ പൗലോസിന്റെ 1-ാമത്തെ പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. There we find Paul's first prayer concerning this church. അത് ഈ ചിന്തയോടുള്ള ബന്ധത്തിൽ വളരെ വിലപ്പെട്ടതായതുകൊണ്ടാണ് ആ ഭാഗം ഇന്ന് വായിക്കാൻ ഇഷ്ടപ്പെട്ടത്. And because it is connected to chapter 3 and the prayer of chapter 3, I want to take you to chapter 1 verse 15 onwards. അത് ആരെങ്കിലും എടുത്തെങ്കിൽ വേഗത്തിൽ ഒന്ന് If you വായിച്ചാൽ. have taken that passage, if you want to read loudly, yeah. മതി. താങ്ക് യു അപ്പച്ച. എനിക്ക് പ്രിയ പിതാവിനെ ഓർത്ത് വളരെ സന്തോഷമുണ്ട്. I'm really thankful to the Lord for the man of God. ആമേൻ. യൗവനക്കാർക്ക് ഒരു മാതൃകയാണ് അപ്പച്ചൻ. He is definitely an example for all the young people. ആമേൻ. Amen. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ലജ്ജിപ്പിക്കാൻ പറയുകയാണ്, അപ്പച്ചനെ കണ്ടുപഠിക്കണം. And I'm just telling you that you know we must follow his example. പ്രൈസ് ദി ലോർഡ്. Amen. എന്തുവാ പഠിക്കണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. What did I mean by that? സ്തുതിക്കുന്നതിൽ ഒരു മാതൃകയാണ്. He is an example for us in praising God. മൈക്കിനെ വെല്ലുന്ന ശബ്ദത്തിൽ അപ്പച്ചൻ സ്തോത്രം And പറയുന്നത്. when he says praise the Lord, it beats the mic. ആമേൻ. ആമേൻ. Amen. കുഞ്ഞുങ്ങൾ എന്നോട് കോപിക്കല്ലേ കേട്ടോ. നിങ്ങൾ അതിനേക്കാൾ ശക്തരാ. You all are even mightier and stronger than him. പക്ഷെ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ശക്തരാണെന്ന്. You don't know that, you only don't realize that you are stronger. ആമേൻ. Amen. ആരാധിക്കുന്നതിൽ അപ്പച്ചൻ ശക്തനാ. He is really mighty in worshiping the Lord. വേദഭാഗം വായിച്ചു തരുന്നത് നിങ്ങളായിരുന്നു വായിക്കേണ്ടത്, പക്ഷെ അപ്പച്ചൻ അത് വായിച്ചു. So even when we shared the word, some of you would have stood up and read the scripture. ആമേൻ. നല്ല കാര്യങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നവരാകണം. Whenever we see good things happen, we must always take that example. പ്രൈസ് ദി ലോർഡ്. Amen. അതുകൊണ്ട് ഇതിനെ മാതൃകയാക്കണം കേട്ടോ. So this must be an example for us. എത്ര പേർക്ക് അതിനെ മാതൃകയാക്കാൻ താല്പര്യമുണ്ട്? Amen. How many can make that an example? കുഞ്ഞുങ്ങൾ എത്ര പേർക്ക് How താല്പര്യമുണ്ട്? many young people will say Apachan can be an example for me? ആമേൻ. Amen. ആമേൻ. Yes. അവര് ആക്കും കേട്ടോ അപ്പച്ച. അത് ഓടിച്ചോണം അടുത്ത ദിവസം അപ്പച്ചന്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ പിതാക്കന്മാർ മാതൃകയുള്ളവർ നമുക്ക് എന്നും ഒരു മാതൃക തന്നെയാ. Dear brothers and sisters, our parents, if they had been an example for us in some aspect of spiritual life, they continue to be an example. നരച്ചതല്ല ശോഭയുള്ള കിരീടം എന്നാണ് അതിനെ പറയുന്നത്. The Bible says that those who have white hairs, they are always people full of respect. Praise the Lord. Amen. അപ്പോൾ ദൈവമക്കൾ അതൊക്കെ മാതൃകയാക്കി ദൈവത്തെ സേവിക്കണം. So we need to follow their examples and footsteps. ഈ വേദഭാഗമൊക്കെ വായിക്കാൻ പറയുമ്പോഴേ ദൈവമക്കൾ എടുത്തു വെച്ച് പെട്ടെന്ന് വായിക്കണം. So when someone says there is a scripture passage, open it up and read. ഈ പലർക്കും ഇത് എഫേസ്യൻ എവിടെന്ന് അറിയാമെന്ന് പോലും അറിയത്തില്ല. Many may not even know where the Ephesians is. കഴിഞ്ഞ പ്രാവശ്യം എഫേസ്യനെ പറഞ്ഞപ്പോൾ ഉൽപ്പത്തി തപ്പുന്ന ഒരാളെ ഞാൻ കണ്ടു. The other time when I said about Ephesians, someone was searching in Genesis. അവരുടെ കുറ്റമല്ല, വേദപുസ്തകം പരിചയമില്ലാത്ത ആളുകളാണ് ഞങ്ങളുടെ സഭയിൽ വരുന്നത്. പിന്നെ ഞാൻ പേജ് പറഞ്ഞു കൊടുത്തു. So this is not here, okay? This is back in the church. അവർ ഉപയോഗിക്കുന്ന പഴയ ബൈബിളിന്റെ പേജ് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇന്ന പേജിലാണ്, ഇന്ന പേജ് എടുത്ത് നോക്കി വായിക്കാൻ പറഞ്ഞ് വായിപ്പിച്ചു. Now this is back in the church in Erimeli, okay? Don't get it wrong. Okay. ഞാനത് എടുത്ത് പറഞ്ഞല്ലോ, നിങ്ങളത് മനസ്സിലാക്കിയില്ല. പ്രാർത്ഥന അത് ക്ലാരിഫൈ ചെയ്തു കേട്ടോ. സ്വോത്രം. അത് വേണമല്ലോ, സർവൈവൽ ഓഫ് അസിസ്റ്റൻസാ. സ്വോത്രം. ഇവിടെയല്ല ഞാൻ പറഞ്ഞത്, ഞാനിവിടെ ആരും അങ്ങനെ കണ്ടില്ല കേട്ടോ. സത്യമാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും സംഭവിക്കാറുണ്ട്, ഇവര് പുസ്തകം അല്ലാത്തടത്താ തപ്പുന്നേ, കാരണം ആകാരാതി അറിയത്തില്ല. Yeah, because many of them don't know, they are not well versed with the scripture. So they are searching the entire scripture. They don't know the order of the Bible. ബൈബിളിന്റെ ആ ഓർഡർ അറിയാത്തതുകൊണ്ട് അവർ ഉൽപ്പത്തി തൊട്ട് തുടങ്ങും. അതുകൊണ്ട് അവരുടെ പ്രശ്നമല്ല, അവർക്ക് അറിയത്തില്ല. നമ്മൾ പഠിച്ചു വരികയല്ലയോ. അല്ലാത്തവർക്ക് നമ്മൾ പറഞ്ഞോളൂ, സ്നേഹത്തിന്റെ ആത്മാവിൽ നമ്മൾ അവരെ ബുദ്ധി ഉപദേശിക്കും. ഞാൻ വഴക്ക് പറയാൻ പോകാറില്ല. Yeah, these are people who are just taking this baby steps in Christ. ഞാൻ അടുത്തിരുന്നോട് പറയും, അറിയാവുന്നോട് പറയും, ആ ഭാഗം എടുത്തു കൊടുക്കാനായിട്ട് പറയും. And I will tell them, hey, if someone is sitting close by them, I will tell them, please show them the scripture. ഇനി ഇപ്പൊ നിങ്ങൾ എല്ലാരും എന്നെ നോക്കിയിരിക്കണം, ആരും അങ്ങോട്ട് നോക്കല്ല. പലരുടെയും തല കുനിഞ്ഞിരിക്കുന്നത് കാണുന്നു. Please look at me now, okay, from here on. അല്ലെങ്കിൽ നിങ്ങൾ എഫേസ്യനെ മൊത്തം വായിച്ചിട്ടേ വീട്ടിൽ പോകത്തുള്ളൂ. Otherwise you will finish the entire Ephesians by the time I finish my preaching.
ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കും. I will continue preaching here and you will continue reading it. അപ്പോൾ ഒന്ന് അവസാനം വചനം കേൾക്കാൻ പറ്റാതായി പോകും. So then you will not be able to follow the preaching. ആമേൻ. നിങ്ങളിവിടെ എന്നെ ശ്രദ്ധിച്ചിരിക്കുക. You please continue to hear me. ദൈവമക്കളെ, ഇത് എത്രയും മനോഹരമായ ഒരു ലേഖനമാണ് കേട്ടോ. The book of Ephesians, or the letter of Paul to Ephesians, is such a beautiful letter. പൗലോസിന്റെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പ്രാർത്ഥനയുടെ ഉള്ളടക്കത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നലെ പരിശോധിച്ചത്. Yesterday night we thought about one aspect of the prayer of Paul, which was the second prayer in this letter. അതിൽ ഞാൻ ഊന്നി പറഞ്ഞ വിഷയം നിങ്ങൾക്ക് അറിയാമല്ലോ. And I only emphasized only on one aspect of it. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവം. The power of God that is so exceedingly works in us. നമ്മൾ ആ പ്രാർത്ഥന നിർത്തിയ വാചകം ഇങ്ങനെയാണ് കാണുന്നത്: എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്തു തരുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിവുള്ളവന്. In 3:20 we read like this: now to him who is able to do far more abundantly than all that we ask or think, according to the power that is working within us. അവിടെ പ്രധാനമായി ഉപയോഗിക്കുന്ന പദം നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ എന്നാണ്. The underlying thing is this: this is what he does in us by his abundant power. പഠനചിന്തയോടെ ഒരു കാര്യം പറയട്ടെ, നമ്മളിൽ ഈ ശക്തി വ്യാപരിച്ചില്ലെങ്കിൽ ദൈവത്തിന് കഴിയത്തില്ലേ? The question you need to ask is this: if this power doesn't work in us, don't you think that God is still not able? നമ്മളിൽ ആ ശക്തി വ്യാപരിച്ചിട്ട് വേണോ ദൈവത്തിൽ പ്രവർത്തിക്കാൻ? Does God need to show his power only if the power works in us? Yes, അവിടെ ഒരു മർമ്മം കിടപ്പുണ്ട് കേട്ടോ. You need to understand a mystery there. ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയൊന്നും വേണ്ട. God's ability is not contained in the power that works in us. ദൈവം തന്നോട് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും സഹായം ചെയ്യണമെന്ന് തോന്നുന്നവന് സഹായം ചെയ്യുന്നു. To whomever prays to God, and whatever God can do, God can meet them at the point of their need. കൃപ തോന്നണമെന്ന് തോന്നുന്നവനോട് കൃപ തോന്നുന്നു. For who needs mercy, God can come to them in mercy. ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മുടെ ആ ആത്മശക്തി ഒന്നും വേണ്ട. For God to work, he doesn't require your spiritual strength. ഒരു പാപി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥന കേട്ട് അവന് വേണ്ട സഹായം ചെയ്യുന്നത് അവനിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണോ? When a sinner is praying to Jesus, is it because the Holy Spirit is working in him? That is the only reason why the Lord is working? ഒരിക്കലുമല്ല. No, it is not like that. പക്ഷേ ഇവിടെ എന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ? Why does Paul write like that? ഇത് വിശ്വാസികൾക്ക് അഥവാ വിശുദ്ധന്മാർക്ക് എഴുതുന്ന ലേഖനമാണ്. This is a letter that is written for the saints, for the believers. നമ്മെ പോലെ നിലനിൽക്കുന്ന വിശുദ്ധന്മാർക്ക് എഴുതുന്ന ലേഖനമാണ്. This is a letter that is written for believers. അപ്പോൾ ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ജഡീയമായ പ്രാർത്ഥന പോരാ. For a believer, if he needs to see the work of God manifest in his life, he cannot pray a carnal prayer. ഒരു വിശ്വാസി പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രവർത്തിക്കുന്നത് ദൈവവും നമ്മളും കൂടെ ചേർന്നുകൊണ്ടാ. When a believer prays, why God works in that prayer is because you are willing to work with God in allowing his power to work through you. അതുകൊണ്ടാ പറയുന്നത് നിങ്ങൾക്ക് പ്രവർത്തിച്ചു തരുന്ന ദൈവം നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാലാണ് കഴിയുന്നത്. It is because of his work that continues to work in you, his power that continues to work in you, is able to bring it to pass. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് പറഞ്ഞത്, നാം ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തം പരമായി ചെയ്തു തരുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. That is why Paul is able to say, to him who is able to do more abundantly than all that we ask and think, because of the power that is working in us. അപ്പൊ നാമും ദൈവവും കൂടി ചേർന്ന ഒരു പദ്ധതിയിലാണ് നമ്മുടെ വിടുതൽ വ്യാപരിക്കുന്നത്. Our deliverance lays in the working of God's power along with us. അതുകൊണ്ടാണ് അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് എന്ന് പറയുന്നത്. Therefore, in the next chapters, Paul would say, continue fervently in the spirit and continue to maintain the spiritual fervor. ആത്മാവിൽ പ്രാർത്ഥിച്ചും. You continue to pray in the spirit. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ?
What does it mean? നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ആരംഭിക്കുന്നത് ബുദ്ധിയിലാ. Many a times we begin our prayers in our mind. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് കേട്ട് നോക്കിക്കേ, എന്നും പ്രാർത്ഥിക്കുന്ന ഒരു വാചകമായിരിക്കും. If you ever record your prayers and listen it back, you will always see that you always pray the same way. അതിൽ നിന്നൊന്ന് മാറി പ്രാർത്ഥിക്കാൻ ശ്രമിച്ചാൽ ആ പ്രാർത്ഥന മുഴുവൻ തെറ്റും. And if you ever try to go a different route, the entire prayer will fall down. അതെന്താണെന്നറിയാമോ? നമ്മുടെ നാവിൽ പരിചയപ്പെട്ട് കിടക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചാ Why the നമ്മൾ reason is പ്രാർത്ഥിക്കുന്നത്. because we always pray with the words that we know, and our tongue is always ready to pray with those words. പക്ഷെ പൗലോസ് പറയുന്നത് അങ്ങനെ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാനല്ല. Paul is not saying that you continue to pray with that kind of a logical mind. നാം ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ച് ആരംഭിച്ചാലും പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടത് ആത്മാവിലായിരിക്കണം. Paul is saying that even though you may have started logically praying, but as you continue in, as you press on in, you must end that prayer in the spirit. നാം പ്രാർത്ഥിക്കുന്നത് ബുദ്ധി കൊണ്ടാണ് ആരംഭിക്കുന്നത്. We may start with our logical mind. നമ്മുടെ കർത്താവിനെ നമ്മൾ അക്നോളജ് ചെയ്തുകൊണ്ടാണല്ലോ പ്രാർത്ഥന Many ആരംഭിക്കുന്നത്. times we begin our prayer by acknowledging Jesus Christ. സ്വർഗീയ പിതാവേ, We say, Heavenly Father, അല്ലെങ്കിൽ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, Father who loves us eternally. ഓരോരുത്തരുടെയും നാവിൽ അവർ ഉപയോഗിക്കുന്ന പരിചയപ്പെട്ട ഒരു പദമുണ്ട്, അത് അഡ്രസ് ചെയ്താ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നത്. Everyone is so accustomed, everyone knows how to address God, and that is the only way we always pray. അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. I am not saying that how you start your prayer is the wrong way of prayer. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാലും പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതിന് മുൻപേ അത് ആത്മാവിന്റെ പ്രാർത്ഥനയായി What I'm വഴിമാറണം. saying is this: even though we may start logically praying in our mind, but as we continue, as we press on in prayer, that prayer must connect with the Holy Ghost. കാരണം പൗലോസ് ഇവിടെ ഒന്നാമത്തെ പ്രാർത്ഥനയിലും രണ്ടാമത്തേതിലും തുടർന്നുള്ള പുസ്തകങ്ങൾ എഴുതുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് പറയുമ്പോഴും എല്ലാം ഉപയോഗിക്കുന്ന പ്രയോഗം എന്ന് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടാനായിരിക്കണം. Because when you read Paul's prayer, in both the prayers that you find in this letter, he's saying that your inner man may be strengthened by the Holy Ghost. ഇത് ജ്ഞാനോദയ പ്രാർത്ഥനയാ. These are all, prayer, knowledge prayer. കാരണം ഇത് ജ്ഞാനോദയ പ്രാർത്ഥനയാകാൻ കാരണം യാതൊരു ഭൗതിക വിഷയങ്ങളും പൗലോസ് പ്രാർത്ഥിക്കുന്നില്ല. Paul is not praying for any material blessings in this prayer. ദൈവമക്കളെ, ഞാൻ നിങ്ങൾക്ക് ഒരു മർമ്മം പറയാം. Let me tell you a mystery, church. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ ഒരു വാചകമുണ്ടല്ലോ. Our Jesus taught us something like this. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കെല്ലാം അറിയാവുന്ന We all കാര്യമാണ്. know that very simply. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. Seek ye first his kingdom and his righteousness. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. Seek ye first his kingdom and his righteousness. അതോട് കൂടെ And along with that, ഇതൊക്കെ you shall be നിങ്ങൾക്ക് able to കൂട്ടിച്ചേർത്തോളും. receive everything. നമ്മൾ ആദ്യമേ അന്വേഷിക്കുന്നത് എന്തുവാ? അതാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളെല്ലാം എന്താ ചെയ്യുന്നേ? സ്വോത്രം ഒന്നും പോകല്ലേ. പ്രൈസ് ദ ലോർഡ്. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇന്നലെ വന്നതിന് ശേഷം കർത്താവിന്റെ രാജ്യം മഹത്വപ്പെടാൻ എത്ര പേര് പ്രാർത്ഥിച്ചു? We need to ask ourselves this question. This evening itself we came here. How many of us prayed, Lord, may your kingdom come, may your righteousness നമ്മുടെ പ്രാർത്ഥനയിലെല്ലാം മുഴുങ്ങിക്കിടക്കുന്നത് ഭൗതികമാണ്. Most of the time our prayers are always consumed by the material physical needs that we have. ഈ ഭക്തൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത് നോക്കിക്കേ. Look at this man of God who prays. ഇവരെ കുറിച്ചുള്ള കേൾവി കേട്ടപ്പോൾ എന്താ കേൾവി? ഞാൻ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചും നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും ഞാൻ കേട്ട നാൾ മുതൽ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. Paul is saying that the church at Ephesus, from the day that I heard about you, heard about your love, heard about your faith, heard about your hope, from that day onwards I started praying for you. അങ്ങനല്ലേ പറയുന്നേ? അപ്പച്ച അങ്ങനല്ലേ പറയുന്നേ? നോക്കിയ 15-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. Chapter 1 verse 15. That is how Paul says. ഇത്രയും നോക്കിയേ, ഞാൻ നിങ്ങളെ കുറിച്ചുള്ള കേൾവി കേട്ടത്. I have heard of your faith. എനിക്ക് വലിയ സന്തോഷമുണ്ട് ആ വാക്യം കേൾക്കുമ്പോൾ. When I read that passage, I'm filled with joy. കാരണം എന്താണെന്നറിയാമോ? Why? ഞാൻ ഇന്നലെ ഒരു കണക്ക് പറഞ്ഞല്ലോ. പൗലോസ് ഈ ലേഖനം എഴുതുന്നതും റോമിൽ കിടക്കുന്നതും AD 63 ശേഷമാണെന്ന്. I told you yesterday that Paul probably came to Rome in AD 63 and he continued for a few more years. ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഓർപ്പിച്ചതല്ല. I didn't try to teach you history. ഇത് ഒരു ദൂത് വെളിപ്പെടുത്താനാ അത് ഓർപ്പിച്ചു വന്നേ. I just reminded you that days so that I may bring a message to you. പൗലോസ് ഇവിടെ ഇത് എഴുതുമ്പോൾ
AD 65 കരുതുക. Think about it that Paul is writing this probably in AD അന്ന് 65. എഫെസോസ് സഭയെ കുറിച്ചുള്ള കേൾവി വളരെ പ്രസിദ്ധമായിരുന്നു. The church at Ephesus was already, their faith and love was already well known. അവരുടെ വിശ്വാസം പ്രസിദ്ധമായിരുന്നു. Their faith was well known. അവരുടെ സ്നേഹം പ്രസിദ്ധമായിരുന്നു. Their love was well known. അവരുടെ ആർദ്രത പ്രസിദ്ധമായിരുന്നു. Their hospitality was well known. അവരുടെ സമർപ്പണം Their പ്രസിദ്ധമായിരുന്നു. surrender was well known. നോക്കണേ, വർഷങ്ങൾ മുൻപോട്ട് കടന്നുപോയപ്പോൾ And as continued years went by, അവരെങ്ങനെ ഇരിക്കുന്നെന്ന് പരിശോധിക്കുന്ന നല്ലതാ. it is always good to examine how you are. വേദന അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായി കാണുക കാര്യം എന്താണെന്ന്. Amen. Hallelujah. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ഏഷ്യ മൈനറിലെ സഭകളോട് ദൂത് പറയുമ്പോൾ ഒന്നാമത് അഡ്രസ് ചെയ്യുന്നത് എഫെസോസ് സഭയാ. In Revelation chapter 2, when you come after many years, many decades, when John the apostle writes the letter to Ephesians or the church at Ephesus, you remember the message. അവിടെ യോഹന്നാൻ ഈ ദൂത് പറയുന്നത് കാണുന്ന വെളിപ്പാട് കാണുന്നത് AD 95 ശേഷമാണ്. That revelation has been given to John somewhere in AD 95. ഇത് എഴുതി വെക്കുന്നത് AD 105 And that revelation was written before AD 105. അപ്പൊ നോക്കിക്കേ, ഏതാണ്ട് 35 വർഷം കഴിഞ്ഞപ്പം Almost 35 years from Paul's writing to John's writing has അവരുടെ already അവസ്ഥ gone. പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താ? What does the Holy Spirit tell about the church now? അവിടെ പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? You remember the words spoken about the church. അവരോട് പറയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. There it says, I know your works. നിന്റെ സഹിഷ്ണുത ഞാൻ അറിയുന്നു. I know your നീ suffering. എനിക്ക് വേണ്ടി ഒരു കാലത്ത് സഹിച്ചത് ഞാൻ അറിയുന്നു. I know that you stood for me in one time. ഞാൻ പറഞ്ഞല്ലോ, എഫെസോസിൽ വെച്ച് പൗലോസ് മൃഗയുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോഴും ദൈവസഭ അവന്റെ പിന്നിൽ അവൻ കുതിച്ചു നിൽക്കുകയായിരുന്നു. There was a time when Paul had to endure the wild beast in Ephesus. At that time, the church at Ephesus was with Paul. അവിടെ ദുരുപദേശം പ്രചരിപ്പിച്ചുകൊണ്ട് അനേകർ വന്നപ്പോഴും അവരെ പരീക്ഷിച്ച് കള്ള അപ്പോസ്തലന്മാരാണെന്ന് കണ്ട് സഭയ്ക്ക് പുറത്താക്കിയപ്പോൾ അവർ തീക്ഷ്ണതയുള്ളവരായിരുന്നു. In those days in Ephesus, when many false apostles came with false doctrines, the church was able to identify the heretical teachings and they sent them out. ഇതെല്ലാ നന്മയും പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം. After saying all these things, the Holy Spirit reminds the church at Ephesus in Revelation chapter 2, even though all these things are good about you, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. you have lost your first love, and that is a big deal with me. 3.5 decade കഴിഞ്ഞപ്പോൾ അവരുടെ അവസ്ഥ എവിടെ ഇരിക്കുന്നു? About 35 years, 3.5 decades have gone, and suddenly their conditions have changed. ദൈവമക്കളെ, ഇത് ആ സഭയ്ക്കുള്ള ദൂത് മാത്രമല്ല കേട്ടോ. Church, remember, that is not about the church at Ephesus alone. നമ്മളെ ആ സഭയുടെ പേരിലോട്ട് എഴുതി വെക്കാം. Write your name, write your church also there. കർത്താവിന് വേണ്ടി ഇറങ്ങിയ കാലത്ത് എന്നാ തീക്ഷ്ണതയായിരുന്നു. On the day that we left, set our foot for Jesus. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ആദ്യത്തെ നാളുകളൊന്ന് ഓർത്തു നോക്കിക്കേ, എന്നാ സന്തോഷമായിരുന്നു. Do you remember the days when you were filled with the Holy Ghost in those early years? Praise the Lord. എത്ര മണിക്കൂർ ഇരുന്ന് ദൈവത്തെ ആരാധിച്ചു. How many years you could be, how many hours you could sit together and worship the Lord in spirit. എന്ത് ത്യാഗം സഹിച്ച് കർത്താവിന് വേണ്ടി ഓടി അവന്റെ വേലയിൽ പങ്കാളിയായി തീർന്നു. How many times you took, how you endured suffering for his kingdom. പക്ഷേ വർഷങ്ങൾ പോയപ്പോൾ But as years continued, നമ്മുടെ അവസ്ഥ എങ്ങനെയായി? what has happened to us? നമ്മുടെ ചേർത്തൊന്ന് പരിശോധിച്ചേ. Just examine ourselves also. സ്തോത്രം. വിളിച്ച നാളിലെ പോലെ സ്നേഹം ഇന്നും ഉണ്ടോ? Do we have the same kind of a love from the time that Jesus called us? Praise the Lord. Amen. നമ്മുടെ പ്രിയപ്പെട്ട ശുശ്രൂഷകർ പറയുമോ, കർത്താവേ ആ പ്രിയ അച്ഛനായിട്ട് ദൈവത്തിന് സ്തോത്രം. Can our pastor say concerning any brother or sister, Lord, I thank you for them. കർത്താവേ ആ പ്രിയ മോനായിട്ട് കർത്താവിന് സ്തോത്രം. Lord, I thank God for the young man. അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്ന ഓർത്ത് നിനക്ക് സ്തോത്രം ചെയ്യുന്നു. Lord, whenever I think about him, remember him, I praise God. അതോ നേരെ മറിച്ച് തലയെ കൈവച്ച് പറയുമോ, എന്റെ ദൈവമേ ഇവനെ കൊണ്ടുവന്നതിന് എങ്ങനെ വഹിച്ചോണ്ട് പോകേണ്ടി വരുമോ? Or will he put his hand on his head and say, I don't know how to answer for him? സ്തോത്രം. സ്തോത്രം പോവല്ലേ? Amen. സ്തോത്രം. പൊതുവെ സ്തോത്രം പറയുമ്പം പോകുന്നിടത്ത് ഇതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതും ഇല്ലാതായി പോകുന്നതല്ലായിപ്പോ. സ്തോത്രം. ഒന്ന് പരിശോധിച്ച് നോക്കി, നമ്മുടെ പേരങ്ങോട്ടൊന്ന് എഴുതി ചേർത്തേ. Examine ourselves, church. എഫെസോസിന്റെ സ്ഥാനത്ത് നമ്മുടെ പേരൊന്ന് എഴുതി ചേർത്തേ.
Instead of Ephesus, put your name there and say, നമ്മുടെ when you പേരൊന്ന് examine, നമ്മുടെ സഭയുടെ പേരൊന്ന് എഴുതി ചേർത്ത് can we വെച്ച് put our church's name there and say, സ്തോത്രം സ്തോത്രം how are we സ്തോത്രം. faring? ദൈവമക്കളെ, കഴിഞ്ഞ 35 വർഷത്തിന് മുൻപേ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? What was our condition 35 years ago? നമ്മൾ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? How are we today in faith? ഒരു തലമുറ മാറിപ്പോകുന്നത് ഒരു 35 വർഷത്തിന്റെ ഇടവേളയിലാണെന്ന് പറയുന്ന ചരിത്രം നിങ്ങൾക്ക് അറിയാമല്ലോ. 35 to 40 years it takes for one generation to നോക്കണം, move. ഒന്നാമത്തെ തലമുറ മാറിപ്പോയി. First generation has been moved out. പൗലോസ് നീങ്ങിപ്പോയി. Paul and other generations of God. ആകെ ജീവിച്ചിരിക്കുന്ന ഏക അപ്പോസ്തലൻ യോഹന്നാനാ. Apostle John is the only apostle who is still alive. അപ്പോൾ അവിടെ അദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശമൊന്നും ആ ഭാഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇന്ന് ഞാൻ പെട്ടെന്ന് ഓടിച്ച് പറയട്ടെ, യോഹന്നാൻ ആ സമയത്ത് പറയുമ്പോൾ അവരുടെ സ്നേഹത്തിന്റെ ആ തണുപ്പും അതിന്റെ ശുഷ്കാന്തിയില്ലായ്മയും അവരുടെ ശോഷണവും എത്ര വേദനയോടാ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. 30 to 40 years later, when John writes the letter, to the churches in Ephesus, the Holy Spirit reminds that this church has fallen in His love. പരിശുദ്ധാത്മാവ് അങ്ങനെ വിടാൻ ഇഷ്ടപ്പെടുന്നില്ല. But the Holy Spirit doesn't want to leave you like that. അവൻ പറയുക, നീ മടങ്ങി വരണം, So the Holy Spirit says, you നീ need to come back. മാനസാന്തരപ്പെടണം. You must repent. ദൈവമക്കളെ, നമുക്ക് ഈ ദൂത് കേൾക്കുന്നത് നമ്മൾ വിമർശിക്കുവാനല്ല. This message of repentance is not a message oftentimes we നമുക്ക് want to ഒരു hear. പടിയൂടെ കർത്താവിനോട് അടുക്കുവാൻ, But it is a message that brings us closer to Jesus. ഒരു തലം കൂടെ കർത്താവിനോട് ചുവട് So that we വെക്കുവാൻ. can take one more step closer to എന്റെ Jesus. കർത്താവേ, ആദ്യ സ്നേഹത്തിലേക്ക് എന്നെ മടക്കി വരുത്തണമേ. Lord, bring me back to my first love. ആദ്യ സ്നേഹത്തിലേക്ക് എന്നെ മടക്കി Lord, bring me വരുത്തണമേ back to എന്ന് my first love. ഇന്ന് രാത്രി എത്ര പേർക്ക് How പ്രാർത്ഥിക്കുവാൻ many കഴിയും? can pray tonight? Lord, bring me അങ്ങനെ back to my ഉള്ളവർക്കായി first ഞാൻ love. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. Hallelujah. Praise the Lord. Amen. നമ്മുടെ ജീവിതത്തിൽ ആദ്യ സ്നേഹം എന്ത് വലുതായിരുന്നു. The first love was so great in our നമ്മുടെ life. പാട്ട് എത്ര ശക്തമായിരുന്നു. Our songs were so strong. നമ്മൾ എന്തുവാണെന്ന് പാടിയെന്ന് അറിയാമോ? Today, what did we sing? അന്ന് നമ്മൾ പാടിയ പാട്ട്, What was the songs that we sang that day? Those years. അന്ന് നമ്മൾ പാടിയത്, എവിടെ പോയി ഞാൻ നിനക്കായി ജീവൻ വയ്ക്കണം, അവിടെ തന്നെ പോവാൻ എനിക്ക് മനസ്സ് In നൽകണമെന്നായിരുന്നു. those years, back in those days, we used to pray, Lord, where shall I go? Where shall I sacrifice my life for you? നമ്മൾ പാടുമല്ലോ, wherever you lead me I will follow. Yeah, നീ എവിടേക്ക് എന്നെ അയക്കുന്നു അവിടേക്ക് ഞാൻ നിന്റെ പിന്നാലെ വരും. എവിടെയായാലും തീഷ്ണതയായിരുന്നു. Wherever it be, Lord, I will be going. പക്ഷെ വർഷം മുൻപോട്ട് പോയി, When as years continued, പാട്ടിന്റെ ട്യൂണ് മാറി. the tune of the songs changed. പിന്നെ എന്താ പാടുന്നറിയാമോ? താഴ്ചകൾ വീഴ്ചകൾ വന്നിടും വേളയിൽ, അത്രയൊക്കെ ആയി. So we continue with songs which are only താഴ്ചയും saying the Lord, വീഴ്ചയൊക്കെ, I am already falling down. I താഴ്ചയും am going വീഴ്ചയൊക്കെ, down. താഴ്ചയും വീഴ്ചയൊക്കെ വന്നു തുടങ്ങി. I am already going down, Lord. I'm falling down. നോക്കണേ, I'm backsliding. പിന്നെ ഇപ്പൊ എന്താ പാടുന്നറിയാമോ? Now what we sing? ജീവിതം ഇന്നും ശരിയായിട്ടില്ലയോ, Lord, even until now, my life has not been right. ജീവിപ്പിക്കണേ കർത്തനെ. Lord, allow me to stay strong. കാര്യങ്ങൾ പോയ പോക്ക് കണ്ടോ? See how our lives have transformed and changed. ദൈവമക്കളെ, ഒരു ദൈവവൈദ്യന്റെ അകത്ത് നടക്കുന്ന രൂപാന്തരം What must be continuously happening within us? അവനെ കൃപയിൽ വളർത്തിയെടുക്കുവാൻ കഴിയുന്നതാണ്. Every single day we must continue to grow in grace. ഓരോ ദിവസം കഴിയുമ്പോഴും Each day as we continue in Jesus, നമ്മുടെ ആത്മീയം ക്ഷീണിച്ചു പോകുമല്ല, not our spiritual life should go down. നമ്മുടെ ശരീരം വളർന്നു വരുന്നുണ്ട്. Our bodies may be becoming പക്ഷെ stronger, നമ്മുടെ മനസ്സ് ക്ഷീണിച്ചു പോകുകയാ. but our minds are becoming weak. പണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങി വന്ന ഡോക്ടറോട് ചോദിച്ചപ്പോ കിട്ടിയ മറുപടി പോലെ, Sometimes, when a man came after surgery, he asked the doctor, ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എങ്ങനെയുണ്ടായിരുന്നു സർജറി, വാസ് ഇറ്റ് സക്സസ്ഫുൾ? ആ മനുഷ്യൻ ചോദിച്ചു, എന്റെ സർജറി വാസ് സക്സസ്ഫുൾ ആയിരുന്നോ? ഡോക്ടർ പറഞ്ഞു ഓക്കെ. എന്താ അദ്ദേഹം പറഞ്ഞറിയാമോ? ഓപ്പറേഷൻ വാസ് സക്സസ്ഫുൾ ബട്ട് പേഷ്യന്റ് ഡൈഡ്. ഓപ്പറേഷൻ നന്നായി നടന്നു, എന്നാൽ പേഷ്യന്റ് രോഗി മരിച്ചുപോയി. രോഗി അങ്ങ് മരിച്ചുപോയി. കണ്ടോ, ഇതാ ഇന്നത്തെ പലരുടെ ആത്മീയ അവസ്ഥ. മെസ്സേജ് ഒക്കെ നല്ലതായിരുന്നു, പക്ഷെ ഗുണമൊന്നും ആയില്ല. The message was very powerful. It was a fiery message, but no transformation took place. നല്ല ആരാധനയായിരുന്നു. The worship was very on fire. എന്തോ എന്നോട് ഒരു ദിവസം സഹായം കഴിഞ്ഞറിയപ്പം ഒരു കൊച്ചൻ വന്നിട്ട് പറയാ, എന്റെ പാഷങ്ങളെ എന്നെ അടിപൊളി ആരാധനയായിരുന്നു. One young boy came to me one day and said, Pastor, today's worship was so powerful. ഇതൊന്നും വെറുതെ എക്സാജറേറ്റ് ചെയ്യല്ല കേട്ടോ, നടന്ന സംഭവം. This is not an exaggeration, all happened things. കാരണം ഇവിടെ നിന്നല്ലേ പറയുന്നത്, ഈ സ്റ്റേജ് എന്ന് പറയുമ്പോൾ വെറുതെ പറയാൻ പറ്റുമോ? I'm standing here and on this pulpit and speaking. ഞാൻ ചോദിച്ചു, എന്തുവാണ് അതിന്റെ കുഴപ്പം? ദൈവമക്കളെ, ഇതൊക്കെയാ ഇന്നത്തെ ആളുകളുടെ മൊത്തത്തിലുള്ള നിലവാരം. So that's how we always evaluate things. മാറ്റം ഉണ്ടാകേണ്ടത് എവിടാന്നറിയാമോ? Where change must take place. നമ്മുടെ ഹൃദയത്തിനകത്ത്. Our hearts must be transformed. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ പറയും, കർത്താവേ ഇന്ന് നല്ലൊരു ആരാധന തന്നതിനായിട്ട് സ്തോത്രം. Many times people pray like this, Lord, thank you for giving us a good worship. ആർക്ക് തന്നത്? Who gave good worship?
ആർക്ക് നല്ല ആരാധന തന്നു? നമുക്കോ? Did God give good worship to us? ദൈവമക്കളെ ഒന്നും അറിയത്തില്ല, ചുമ്മാ അങ്ങ് പറയുക. We are only simply praying that നമ്മൾ prayer. കർത്താവിന് ആരാധന കൊടുക്കുന്നത്. We give worship to Jesus. കർത്താവെ, അങ്ങയ്ക്കൊരു നല്ല ആരാധന അർപ്പിക്കാൻ, അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, That's only we can pray, Lord. Today we could come here and we could give you worship and we could honor you. രണ്ടും രണ്ട് തലമാകട്ടോ. These are two different levels. സ്തോത്രം. ഇത് നമ്മളെല്ലാരും നമുക്ക് ആരാധന ഇഷ്ടപ്പെടുന്നവരാ. Today we love worship. എങ്ങനെ 2 മിനിറ്റിനുള്ളിൽ 10 പാട്ട് പാടാമെന്നാണ് നമ്മുടെ മനസ്സിൽ. We are trying to think how in 10 minutes we can sing 10 songs. In 10 minutes, 10 songs. 10 minutes 10 ആണെങ്കിലും വേണ്ടിയല്ല പാസ്റ്ററെ. 2 minutes 10 songs. 2 മിനിറ്റിൽ 2 minutes 10 songs. 2 മിനിറ്റിൽ 10 എണ്ണം പാടണം. That's- എന്തതിശയമേ പാടി തുടങ്ങും. എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരമേ. അതങ്ങോട്ട് പാടി തുടങ്ങിക്കഴിഞ്ഞാൽ എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരമേ. മനോഹരം. We continue to add songs. പദം വന്നാ മതിയല്ലോ. As long as there is a rhythm there, there is a beat there, we just add on songs. യാഹേ നിന്റെ ആലയം എന്തോരാനന്ദം തവ പ്രകാരങ്ങളിൽ ദൈവമേ എന്നെ സമർപ്പിക്കുന്നു ഞാൻ. എന്തോന്നാ ഇത്? ദൈവമേ, ഞാൻ ചോദിക്കട്ടെ, ഇത് പലർക്കും അറിയത്തില്ല ഇതെന്താ ചെയ്യുന്നതെന്ന്. Many times we don't realize even what are we doing in even the songs that we നമ്മൾ sing. ഒരു ആരാധന അർപ്പിക്കുന്നത്, When we come in the presence of God and we offer a song of നമ്മളും worship, ദൈവവുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ that worship that we give unto God is because of the intimacy that we have നമ്മുടെ with the Lord. ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനയായിരിക്കണം അത് ദൈവം പ്രസാദിക്കുന്ന ഒരു യാഗമായി മാറണം. That worship must become a sacrifice that is pleasing unto the Lord, in which He takes joy. റോമൻ കാരാഗ്രഹത്തിന്റെ തടവറയിൽ കിടക്കുമ്പോഴും Amen. ആ Hallelujah. ഭക്തന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അകത്ത് നടക്കേണ്ടുന്ന രൂപാന്തരത്തിന്റെ ശക്തി എന്താകണമെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ പ്രാർത്ഥിക്കുകയാ. നിങ്ങളെ കുറിച്ചുള്ള കേൾവി കേട്ടിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് ഇടവിടാതെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത് പരിശോധിക്കാം. Paul is praying about this church. From the day that I heard about you, I heard about your faith, I heard about your love. I have only one growing desire, that you may continue to know Jesus Christ more and more and be transformed in the inside of you. അവിടെ പറഞ്ഞു വരുന്നത് കണ്ടില്ലേ? നിങ്ങളെ കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് പരിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിനെ തരേണ്ടതിനും. Paul is praying that you may be given a spirit of wisdom and of revelation in the knowledge of Jesus. ഇത് നമ്മൾ ആരെങ്കിലും ഒരു കുഞ്ഞിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും കൈവച്ചിട്ട് പാർഷകൾ പോയി പ്രാർത്ഥിക്കുക, കർത്താവെ ഈ പ്രിയ സഹോദരന് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ എന്തുവായിരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ്? If we pray for a child or someone who asks for our prayer, Lord, I am praying for them, Lord, that they may continue to have, Lord, the revelation and the knowledge. നമ്മൾ ഉടനെ പറയും, ഞാൻ എന്തുവാ പരിജ്ഞാനോ ജ്ഞാനവും അടക്കമാന്നു. We may ask, don't I have understanding? Don't you think that I have knowledge? ദൈവമക്കളെ, ഒരു സഭയുടെ വളർച്ച കേവലം ഭൗതികമല്ല. The growth of a church is not contained in its material blessings. നമ്മളെക്കാൾ ധനമുള്ളവർ സഭയ്ക്ക് പുറത്തുണ്ട്. There are people who are mighty, who are wealthy than us outside of the നമ്മളെക്കാൾ church. ബുദ്ധിയുള്ളവർ സഭയ്ക്ക് There വെളിയിലുണ്ട്. are people who are more with wisdom and understanding outside of the church. നമ്മളെക്കാൾ അഡ്മിനിസ്ട്രേഷൻ പാഠമുള്ളവർ ഈ സ്റ്റേറ്റിനുണ്ട്. There are people who know administratively doing well. They are outside of the church. പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയാ So പ്രാർത്ഥിക്കുന്നത്? then what are we praying for? നമ്മൾ എന്തിനു വേണ്ടിയാ നിലകൊള്ളുന്നത്? What are we standing for? നാം ഈ തലമുറയിൽ ദൈവത്തിനു വേണ്ടി നിൽക്കേണ്ടവരാണ്. We are called to stand for Jesus in this generation. ഈ തലമുറയിൽ ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Jesus wants you and me to stand up for Him in this generation. പൗലോസ് പറയുക, നിങ്ങൾക്ക് ജ്ഞാനവും ഉണ്ടാകണം പരിജ്ഞാനവും ഉണ്ടാകണം. Paul is saying that I pray that you will have understanding, you will have revelation of Him. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? What is wisdom and knowledge here? ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സിയോൻ ഗീതാവലിയിലെ എല്ലാ പാട്ടും കാണാതെ പഠിക്കുന്നത് ജ്ഞാനമാണ്. What is wisdom? If you can remember all the songs in the Sion Gidavali, there is a Malayalam songbook. ഇംഗ്ലീഷിലുള്ള ഒരെണ്ണത്തിന്റെ പേര് പറഞ്ഞു.
The hymnal, the church hymnal, yeah. ചർച്ച് ഹീം ഉണ്ടല്ലോ, ചർച്ച് ഹീം, ചർച്ച് ഹീം, യുനോ, അതിനകത്ത് more than thousands of songs are there, 10,000 songs are there. Learn that. അത് നമുക്ക് ജ്ഞാനം, വിശ്രമമാണ്. ജ്ഞാനമുള്ള എല്ലാവരും എന്ത് ചെയ്യണം? അത് കാണാതെ പഠിച്ചോണം. If you really want to have more wisdom, by heart those songs. പക്ഷെ ഏത് പാട്ട് എവിടെ പാടണമെന്ന് തെരഞ്ഞെടുത്ത് പാടുന്നത് പരിജ്ഞാനമാണ്. But when, how to sing a song, which song shall I select and sing at the appropriate time, that is understanding, that is knowledge. പണ്ട് മാവേലിക്കര ഒരു തിരുമേനിയെ എഴുന്നള്ളിച്ചുകൊണ്ട് വന്നപ്പം അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവന്ന സമയത്ത് ഇന്നത്തെ പോലൊന്നും ആൾക്കാർ മിണ്ടുകയല്ലോ, ഉരിയാടത്തില്ലല്ലോ. വലിയ ബഹുമാനവും ആദരവുമുള്ള സമയമാണ്. ഭയപ്പെടുത്തുന്ന ശാന്തത. One time there was a procession that was bringing a bishop in Mavelikara and everyone was keeping silent. അങ്ങനെ വന്നപ്പം അതൊന്ന് ആ സൈലൻസ് ഒന്ന് ബ്രേക്ക് ചെയ്യാനേ, നമ്മൾ പറയാമല്ലോ ഒരു ഐസ് ബ്രേക്കിങ്, അതിനുവേണ്ടി തിരുമേനി പറഞ്ഞു ഒരു പാട്ടൊന്ന് പാടാൻ. So as everyone was so silent, they were bringing him in procession. So the bishop said, why don't someone sing a song? ഒരപ്പൻ ആദ്യമേ അവിടെ മുന്നിൽ നിന്നുകൊണ്ട് അങ്ങ് തുടങ്ങി, വരുന്നിതാ നാശം, അയ്യോ സോദോമിന്മേൽ വരുന്നിതാ നാശം. One Appachan started singing a song. There's a Malayalam song, but the song has a totally different meaning. The bishop said, stop the song. പറഞ്ഞു കേട്ടോ, നല്ലതാ, അറിവ് നല്ലതാ. That knowledge was good, the wisdom was good. പക്ഷെ അത് ആ കോൺടെക്സ്റ്റ് പാടേണ്ടതല്ല. But that song is not appropriate for that time. ഇത് പലപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ ഇങ്ങനെ തന്നെയല്ലേ? And many times this is the same thing that happens to us. ദൈവമക്കളെ, നമ്മുടെ ആരാധന പെർഫോമൻസ് കാണിക്കാനല്ല. Our worship is not as a performance. നമ്മുടെ പെർഫോമൻസ് കാണിക്കാനല്ല. Our worship is not a performance. Worship is not a performance. നമ്മുടെ ആരാധന ഒരു പെർഫോമൻസ് അല്ല. വർഷിപ്പ് എന്ന് പറയുന്നത് വർഷിപ്പറും വർഷിപ്പ് ചെയ്യുന്ന ദൈവവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ മൂർത്തിഭാവമായിരിക്കണം. Worship must become the epitome of our intimacy with our Lord and Savior Jesus Christ. അതുകൊണ്ട് പെന്തക്കോസ്ത് എന്ന് പറയുന്നത് കേവലം താത്വികമല്ല, അതൊരു അനുഭവമാണ്. That's why we say Pentecostalism, it is an experience that you worship God in spirit and in truth. അഥവാ ആരാധന ഒരു അഭിനയമല്ല, അതൊരു അനുഭവമാണ്. Worship is not merely doing some actions or performance. It's not acting out. It is actually our experience. ആരാധന അഭിനയമല്ല, അതൊരു അനുഭവമാണ്. Worship is not acting out. It is actually giving God the ultimate honor and glory. അനുഭവത്തിൽ ആരാധിക്കുന്ന ഒരാരാധകന് കണ്ണുനീർ തുള്ളികളോടുകൂടെ അല്ലാതെ ഒരു വാക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയത്തില്ല. In our experience coming out, giving God is all the glory and honor with tears flowing in His presence. That's kind of a worship that God desires. ഇന്നെന്താ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഒരു തുള്ളി കണ്ണുനീർ വരാത്തെ? Why today many a times we do not even have tears in the presence of God? കണ്ണുനീര് പറഞ്ഞ വല്ല ഗ്ലിസറിനും പുരട്ടണം. Today for us to have, hallelujah, tears, we must use glycerine. Am I right? Yes, right. Absolutely right. ഞാൻ പറഞ്ഞ മനസ്സിലായോ മക്കളെ? ഒരു കണ്ണുനീർ തുള്ളി വരണമെങ്കിൽ ഹൃദയത്തിൽ അനുതാപമുള്ളവന്റെ, when was the last time we had പശ്ചാത്താപമുള്ളവന്റെ, when we were repentant in the presence of God? നന്ദി പറഞ്ഞു ദൈവത്തിന് സ്തോത്രം Lord, പറയുമ്പോൾ, how much more can I give you thanks and praises for what you have done for me, ഒരു Lord? മെസ്സേജ് പോലും ദൈവത്തിന് നന്ദി പറഞ്ഞു പറയുമ്പോൾ, when every moment we come and awaken, തുള്ളി ഇല്ലാതെ അവസാനിപ്പിക്കുവാൻ പറ്റുകയില്ല. we cannot end our worship without tears in our eyes. Praise the Lord. Hallelujah. അതാ സ്വർഗം സ്വീകരിക്കുന്നത്. That's kind of a worship that heaven is rejoicing. പൗലോസ് അതുകൊണ്ടാ പ്രാർത്ഥിക്കുന്നത്. That's why Paul is praying. ആ സഭ ഗുഹയിലും പാറക്കെട്ടുകളിലും ഇരുന്ന് ആരാധിക്കുകയാ. This church is not meeting in buildings like us. They are worshiping God in caves. പുറത്തു വരാൻ കഴിയുന്നില്ല. They cannot come out. വെളിയിൽ വന്നാൽ കൈസരുടെ പട്ടാളം അവരെ പിടിച്ചോണ്ട് പോകും. If they come out and show themselves, the soldiers of Caesar will come and take them. വേദനയിലൂടെ കടന്നു പോകുക. They're going through pain. റോമൻ കൊളോസ്യത്തിൽ കളി കാണുവാൻ വന്ന് ചക്രവർത്തി ഇരിക്കുമ്പോൾ അവിടെ വെളിച്ചത്തിനായി ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. When the Roman Caesar comes to see the games in the Colosseum, we don't have lights like we have today. അവിടെ വെളിച്ചത്തിന് ഉപയോഗിക്കുന്നത് മറ്റൊരു തരം ക്രൂരതയാ. There is another kind of evil that is perpetrated there for lights. അവിടെ നാട്ടിയിരിക്കുന്ന വിളക്ക് മരങ്ങളിൽ ആ ലാംപ് സ്റ്റാൻഡിൽ
ജീവനോടെ ക്രിസ്ത്യാനികളെ പിടിച്ച് കെട്ടി മെഴുകുശീല ചുറ്റി നിർത്തിയിരിക്കുക. And the lamb stands there in the Colosseum. They will bind the Christians and they will put around them wax. ആ തിരിക്ക തീ കൊളുത്തി. ആ തീ എന്നെരിയുമ്പോൾ അതിനകത്ത് ജീവനോടെ പച്ചമാംസം നിന്ന് കത്തുകയാ. അതിൽ നിന്നാണ് ഒരു പ്രയോഗമുണ്ടായത്, കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങുക എന്ന്. Hallelujah. When the believers are tied to the lamppost and with wax around them, they will be lit on fire. And as they are dying there, their flesh is rotting out and falling to the ground. From there comes the usage that we may die and burn and die for Jesus. ഇത്രയും പ്രതിസന്ധി നടന്നു പോകുമ്പോൾ ആ ഭക്തൻ പറയുക, ഇതൊന്നും മാറാനല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി The man പ്രകാശിക്കണമെന്ന്. of God is saying, even though I face all these things, I am not praying that these things will be turned around, but I am praying that your inner eyes may be enlightened. നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശ നിങ്ങൾ അറിയണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ He prays. അവൻ അറിയാം ആ സ്വർഗീയ ദർശനം അകത്ത് കത്തിയാൽ ഈ കാലത്തിലെ ഘട്ടങ്ങൾ സാരമില്ലെന്ന് കാണാൻ കഴിയും. Paul is able to pray for them. I pray that the eyes of your hearts may be enlightened through Jesus Christ, so that you may know the hope of His calling. If you understand the hope of the calling, the present troubles are worth ദൈവത്തിന് nothing. ആരാധന കൊടുത്ത അല്പനിമിഷം കർത്താവിന് ആരാധന കൊടുത്ത ഹല്ലേലൂയ. Amen. Hallelujah. Praise the Lord. Thank you, Jesus. നോക്കുക, ഭക്തൻ പറയുക, നിങ്ങളെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് നമ്മൾ പലപ്പോഴും ഈ ലൗകിക കാര്യങ്ങളിൽ കിടന്ന് വല്ലാതെ കുഴയുന്നത് എന്തുകൊണ്ടാ? ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തത് കൊണ്ടാ. Many a times we are so perplexed and we are filled with so much of anxiety in the things of this world. Why? Because our inner hearts have not been enlightened. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ നമുക്ക് നിസ്സാര കാര്യങ്ങളിൽ വെറുതെ കടന്ന് ശണ്ട കൂടേണ്ട കാര്യമുണ്ടോ? If our hearts have been really enlightened in the presence of God, we really can take a back seat from many of the things of this world. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് വിവരിക്കുന്നതിന് മനസ്സിലാകാൻ ചില പ്രായോഗിക കാര്യങ്ങളൂടെ പറഞ്ഞ് മുന്നോട്ട് പോകാം. സ്തോത്രം. ഒരിക്കലും സഭയിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പം യോഗം കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞ് വന്നപ്പം ഒരു അമ്മാമ്മയുടെ മുഖം ഒരു കുട്ടി കൊച്ചുകാലം കലത്തിയ പോലുണ്ട്. One day in a worship service, after I came back, I came out of the worship service, I saw one of the sisters there. Her face was really swollen up. അവിടെയൊന്നും ദേഷ്യപ്പെട്ട് നിൽക്കുക. She is very upset. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ആൻറ്റി? I asked what happened. പറയത്തില്ല, മിണ്ടത്തില്ല. She will not say anything. അപ്പൊ ഈ നമ്മൾ സ്കൂളിൽ പറയാറുണ്ട്, ഡിറ്റർമിൻ നോട്ട് ടു ഓപ്പൺ മൗത്ത്. വളരെ നമ്മൾ ഈ ആരാനും വന്നിരിക്കുന്ന പോലെ തീരുമാനിച്ചടിക്കുന്നത് മിണ്ടുകയല്ലെന്ന്. She was already determined that she won't speak. ഇന്ന് പുള്ളി എത്ര സ്തുതിക്കാൻ പറഞ്ഞാലും ഞാൻ മിണ്ടുകയല്ല. Even though the pastor will encourage me, I am not going to open my mouth. സ്വതന്ത്രം. അതിന് സ്വതന്ത്രം പറയണ്ട കേട്ടോ. ഹല്ലേലൂയ. ഈ ആന്റി മിണ്ടുകയല്ല. She won't say what is happening. ഞാൻ പിന്നെ ചോദിച്ചു, എന്ത് പറ്റി ആന്റി? I still again asked what happened. അപ്പൊ എന്നെക്കാട്ട് ഒരു 10-20 വയസ്സ് പ്രായമുള്ള ആന്റിയാ. She is 20 years older than me. അപ്പൊ ഞാൻ തോളത്ത് ഇങ്ങനെ കൈ തട്ടി അടിച്ചു. I put my hands on her shoulder and asked. അപ്പൊ അവിടെ നിൽക്കുന്നത് തന്നെ എന്റെ കാറെ ഞാൻ കൊണ്ട് വീട്ടിൽ വിടാൻ വേണ്ടിയാ. She is standing there so that I will drop her back home in our car. എന്റെ കാറിൽ ഞാൻ കൊണ്ട് വിടുന്നേ. And I always drop her back. അപ്പം ഞാൻ പിന്നെ തട്ടി ഇങ്ങനെ ചോദിച്ചപ്പം അറ്റൻഷൻ ഒന്ന് മാറിയിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയം എടുത്ത് പ്രാർത്ഥിച്ചില്ല. So she said, Pastor, I am a little upset because I told you about to pray for some matter, but you didn't pray in the service. പറയാം, ആ ആന്റിയുടെ മോൾ ആ ആഴ്ചയില് BSc നേഴ്സ് കഴിഞ്ഞ് നാട്ടിൽ വരുവാ, അപ്പൊ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഇതാണ് വിഷയം, ഞാൻ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലെന്ന്. So that auntie was a little upset because her daughter had finished BSc nursing, in one of the states of India, and she was coming back. She had told me just to pray for her. I forgot to mention her by name. അന്ന് ഏതാണ്ട് 10 പേര് ആ ആഴ്ചയിൽ സഭയിൽ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. That week about 10 people were coming and going from the church. ഒരു ഗസ്റ്റ് ചർച്ചിലുണ്ട്. And there was a guest also in the church. ലോർഡ് സപ്പർ ഉണ്ട്. And there was a communion also. ഇതെല്ലാം കഴിഞ്ഞ് ഇവരെ സമയത്ത് വിട്ടില്ലെങ്കിൽ ഇറങ്ങി കഴിയുമ്പോൾ ഇവർ എന്നെ വീണ്ടും പള്ളി പറയും. Even if after all these things, if I don't drop her on the right time, she will still be upset with me. അതുകൊണ്ടാണല്ലോ പാസ്റ്റർമാർ ഞങ്ങളെ പോലുള്ളവരെ മുറുകെ പിടിക്കുന്നത്. സ്തോത്രം. ഇല്ല, ഭാഷ വിളിച്ചില്ല, അത് ഇഷ്ടംപോലെ സമയത്താണ്. സ്തോത്രം.
എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടെ സമയത്ത് നിർത്താൻ വേണ്ടി പാടുപെട്ടിട്ട് ഈ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം വേണ്ടി ഞാൻ ഒരു വാചകത്തിൽ പ്രാർത്ഥിച്ചു. ആൻറ്റിയുടെ മോടെ പേര് എടുത്തു പറഞ്ഞില്ലെന്നുള്ള ആ പ്രശ്നത്തിൻ്റെ കാരണം. So there were almost 9 or 10 people. They were coming and going that week. I didn't specifically remember her name and pray for her daughter. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. One day, that day I realized one thing. ഞാൻ പറഞ്ഞു, ആൻറ്റി കുഞ്ഞ് ആപത്തൊന്നും കൂടാതെ വീട്ടിൽ വന്നാൽ മതിയല്ലോ. അത് ഞാൻ ഏറ്റു. And I told her, Auntie, I will pray that your daughter comes home safely. സത്യത്തിൽ അതാ എനിക്ക് വലിയ ഭാരമുള്ള വിഷയമായി. കാരണം ഞാൻ പിന്നെ പോയിരുന്നു പോസ്റ്റ് പ്രാർത്ഥിച്ച് ആപത്ത് വരാതെ വീട്ടിൽ വരുത്തണമെന്ന്. Because then it became a challenge for me. Now that I gave my word to her, it is now on me now to pray that she reaches safely. പക്ഷേ അന്നേരം ആ ഒരു മിനിറ്റ് അധികം എടുത്ത് ആ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നേൽ എൻ്റെ പരീക്ഷ പ്രാർത്ഥന അവസാനിച്ചേനെ. But if I would have only remembered her name and prayed it that time in the church, maybe the entire testing period, I need not have to go through that. ആ പേര് കേട്ട പുള്ളിക്കാരത്തി വളരെ ഹാപ്പി ആയിട്ട് വന്നേനെ. So if she would have heard her daughter's name being prayed, she would have been happy. പിന്നെ കൊച്ചു വന്നോ, വണ്ടി മറിഞ്ഞോ, നേരെയാന്നോ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമാകത്തില്ലായിരുന്നു. Because after that, if I would have prayed for that daughter in the church, then afterwards whether she reaches or not, it would not have been my problem. ഇത്രേ ഉള്ളൂ പലരുടെ ഹൃദയദൃഷ്ടി. Many a times our hearts are enlightened only for these small things. അവരുടെ ചിറ്റുവിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു, മാർക്കിൻ്റെ പേര് പറഞ്ഞ് അവൻ്റെ ബർത്ത്ഡേക്ക് പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ പറഞ്ഞിട്ട് പാസ്റ്റർ പ്രാർത്ഥിച്ചില്ല. മനഃപൂർവ്വമാ. Pastor remembered all the other people's name. He prayed for all of them. He deliberately forgot my child's name. നേരെ ഇരിക്കുന്ന നല്ലൊരു സഭയെ വെറുതെ കഴുണ്ടാക്കാൻ ഒറ്റ കാര്യം മതി. അതുകൊണ്ടാണ് ഈ പാവങ്ങളെല്ലാം ഈ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് 25 പേരുടെയും വായിച്ചേച്ച് ഒന്നുപോലും പോയിട്ടുണ്ടോ എന്ന് നോക്കി വെറുതെ ടെൻഷൻ പിടിപ്പിക്കരുത്. ദൈവമക്കളെ, ഒരു പേരൊക്കെ പോയെങ്കിലും നിങ്ങളുടെ കുഞ്ഞിൻ്റെ പേരൊന്നും പോയിട്ടില്ല. അവന് ദൈവം 90 വയസ്സ് വരെ കൊടുക്കും. ഞങ്ങളൊന്നും എടുത്തു പറഞ്ഞില്ലെങ്കിലും മെനി റിട്ടേൺസ് ഓഫ് ദ ഡേ ഉണ്ടാകും. എന്താ ഇതിന്റെ കാര്യം? ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തത് കൊണ്ടാണ്. Many times our hearts are not enlightened. വിളിയാലുള്ള ആശ എന്താണെന്നറിയില്ല. We don't know the call, the hope to which God has called us. സ്തോത്രം. നമ്മുടെ ദർശനത്തിന് മാറ്റം ഉണ്ടാകണം. Our visions must change. നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടിന് മാറ്റം ഉണ്ടാകണം. Our spiritual vision must change. നമ്മൾ ഇന്നും ആത്മീയ ബേബികളായിട്ട് കിടക്കരുത്. Are we still spiritual babes? അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞത്, പ്രായം നോക്കിയാൽ ഉപദേഷ്ടാക്കരാകുവാൻ ഇതുവരെയും പ്രായമുണ്ടെങ്കിലും ഇപ്പോഴും ശിശുക്കളായി ജീവിക്കുക. Therefore Paul could say to the church at Corinth, by age if you look at this, you could have been teachers, but you are still babes in Christ. എന്നിട്ട് പൗലോസ് പറഞ്ഞു വരുന്ന വിഷയം കണ്ടില്ലേ? നിങ്ങൾ വിശുദ്ധന്മാരിൽ അവകാശത്തിന്റെ മഹിമയുടെ ധനം തിരിച്ചറിയണം. Paul continues to pray for them that you may know the riches of his glorious inheritance. നമ്മളെ വിളിച്ച വിളിയുടെ ഉദ്ദേശം ഏതാണ്ട് വചനം അക്കമിട്ട് പറഞ്ഞാൽ 1 ഡസനിലടുത്ത് കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. The Bible teaches at least there are 12 different inheritances that we will gain. ഞാൻ ആ ഭാഗങ്ങളെല്ലാം പറയാൻ അവസരം എടുക്കുകയല്ല. I'm not taking time to go into that. അനുഭവിച്ച സമയം തീരാൻ പോകുകയാണ്. My time is about to end. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. Let me finish. വേഗം ഓർപ്പിച്ചിട്ട് one more thing, let me remind you. പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന ഭാഗം വരുമ്പോൾ, as Paul continues to finish the prayer, നമ്മുടെ മെസ്സേജിന്റെ ആ കോർ ഭാഗം താൻ പറയുകയാ. he prays like this. അവൻ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Paul is praying that I pray that you may be able to know the immeasurable greatness of his power towards those who believe. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം. There is an immeasurable greatness of his power that is working in those who believe. അത് വിവരിച്ചാ പറഞ്ഞത്, ഇത് കർത്താവിലും വ്യാപരിച്ചു. This is the same power that worked in Jesus also. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ പ്രേരിപ്പിച്ച ദൈവശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. The same power of the Holy Ghost that raised Jesus from the dead. ചില നിർജീവമായ മേഖലകളെ ജീവൻ വെപ്പിക്കുവാൻ ഈ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിവുണ്ട്. This power of Holy Ghost is able to bring life in a lifeless situation. ഇന്ന് രാത്രി നിർജീവമായ മണ്ഡലങ്ങളെ ജീവൻ പ്രവർത്തിക്കുന്ന ശക്തിയാക്കി മാറ്റുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് കഴിവുണ്ട്. Hallelujah. Glory. Yes. ദൈവമക്കളെ, അത് അറിയണമെങ്കിൽ ഞാൻ നമ്മുടെ വിശ്വാസത്തിന്റെ വർദ്ധനവിന് വേണ്ടി ഒരു കാര്യം അവസാനിപ്പിക്കാം. Let me remind you one more thing. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. Listen to me.
അത് കഴിയുമ്പോൾ ആ പവർ, അതിന്റെ പവർ അറിയാം. You will be able to realize the power of this work, the God's power that works in us. ഒരിക്കൽ ഈ മലങ്കര ചർച്ചുകളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനമിട്ട് വന്നതായ പല അച്ഛന്മാരുണ്ടായിരുന്നല്ലോ ഒരു കാലത്ത്. You all remember there was a time when a lot of priests from the Malankara Orthodox Church, they came to Pentecostal faith. അവരുടെ കുപ്പായം, ആ കാസൊക്കെ അവർ മാറ്റാതെ കുറച്ചു കാലം നടന്നു. They all wore their habits for a long time before they finally discarded it. അപ്പോൾ അവർ ആ കാസൊക്കെ ഇട്ടുകൊണ്ട് അച്ഛൻ യാത്ര ചെയ്തപ്പോൾ, So one day a priest was going someplace with his the father, the robes of the priest. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു മുല്ല വന്നിരുന്നു. One day a Muslim, a person who was an imam who leads the worship in the mosque, he came and sat with him. അടുത്ത് വന്നിരുന്നേച്ച് പറഞ്ഞു, He sat with him അച്ഛാ നമ്മള് സഹോദരങ്ങളാ. and he said, we are brothers. നമ്മള് സഹോദരങ്ങളുടെ മക്കളാണല്ലോ, ചേട്ടനിമാരുടെ മക്കളാ. We are of the same family, Ishmael and Isaac. അച്ഛൻ ഇതെല്ലാം എന്ന് പറഞ്ഞു. And the father said, yeah, we are true. അപ്പൊ ഇദ്ദേഹം ഒരു പട്ടക്കാരനാണെന്ന് വിചാരിച്ചാ ഈ പറയുന്നത്. And this man is speaking to this Achan, thinking that he's a former, he's a priest. അപ്പൊ അതിനെല്ലാം മൂളി ഞെരിക്കുക. And the Achan is saying yes to everything. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, അച്ഛാ നിങ്ങളുടെ ബൈബിളൊക്കെ ഉണ്ടല്ലോ, അതിന് വലിയ ശക്തിയൊന്നുമില്ല. And this guy said to him, to this priest, that your Bible doesn't have that much power. ഞങ്ങളുടെ വേദത്തിനാ നിങ്ങളെ അതിനേക്കാൾ ശക്തി. Our scripture has more power than your scripture. അതിന്റെ ഖുർആനാ ഞങ്ങളുടെ ഇതിനാ ശക്തിയുള്ളത്, നിങ്ങളുടെ ബൈബിളിലൊന്നും അല്ലെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഓ ഇങ്ങനെ ഇരിക്കുക. And the father is just listening to all this conversation. അപ്പോൾ അദ്ദേഹം അടുത്ത് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വേദം ചൊല്ലി ഒരു കെട്ട് കെട്ടിയാൽ നിങ്ങൾ ആരും അഴിക്കത്തില്ല, നിങ്ങൾ അനുഭവിച്ച് തീരത്തെ ഉള്ളെന്ന്. So this man said to this priest, if we send a spirit which binds somebody with our scriptures, that can never be broken. ഇനി അടുത്തത് ശ്രദ്ധിക്കണം. Listen to this. അടുത്ത വാചകം. Next he says, അച്ഛാ എന്നാൽ നിങ്ങളുടെ ഇടയിലാണോ എന്ന് അറിയത്തില്ല എനിക്ക് അതിനെക്കുറിച്ച്. അവിടെ ഇവിടെയുമൊക്കെ ഈ 5-6 പേരൊക്കെ ഇരുന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന ചില ഗ്രൂപ്പ് എന്തുവാണെന്ന് എനിക്കിതുവരെ അറിയത്തില്ല. എൻ്റെ അച്ഛാ അവര് പാടുമ്പം എന്തൊക്കെയോ പറയുന്നത് കേൾക്കാം, ഞങ്ങൾ എത്ര ചൊല്ലിക്കെട്ടിയാലും അഴിഞ്ഞു പോകുമെന്ന്. So this mullah began to say Amen. that there is a group among your Christian group. I don't know who they are, but when they start worshiping, they are only few in number. When they are worshiping in spirit, no matter what we send against them, no power is able to bind them. Brothers and sisters, speaking in tongues, speaking in tongues is the manifestation of the power of Holy Ghost. ഏതെങ്കിലും പ്രശ്നത്തിന് നിനക്ക് പരിഹാരം വേണമെങ്കിൽ ദൈവത്തിന്റെ പൈതലെ ആത്മാവിൽ ആരാധിക്കുക. ആത്മാവിൽ ആരാധിച്ചു തുടങ്ങുക. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. ആത്മാവിൽ നിനക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ ഒരു പ്രതിസന്ധിയും നിന്റെ ജീവിതത്തിന് നേരെ നിലനിൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറും. ഇന്ന് രാത്രി ആരാധന വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഈ രാത്രി ദൈവത്തിന്റെ പൈതലെ നമ്മളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് രൂപാന്തരത്തിന്റെ ശക്തിയായി നിന്റെ തലമുറയെ തകർത്ത് കളയുവാൻ പോരു പിടിക്കുന്ന ചില അന്ധകാര ശക്തി ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അതിനെ ഞാൻ ശാസിക്കുക. ദുഷ്ടവ്യാപാരം ആരാധിക്കുക. ഒരു ആരാധന വെളിപ്പെടട്ടെ. Hallelujah! 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 Shibaradaridabash. Vimanabarabash Shambaradara. Rikamanabarabalabam Shabaradirabalabas. Rimanabarabai Kamanabalabas Shambaradara. Rikamanabarabalabas. Hallelujah! Shibalataradira. Hiramanabalabash Shambaladi. Amen, 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 amen. Hallelujah. Shabarikadala. Oh, we praise you, Jesus. We praise you, Jesus. We praise you, Jesus. Hallelujah.
വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് വാഴ്ചകൾക്കും മീതെ അധികാരങ്ങൾക്കും മീതെ. Yes. Oh, glory. Yes. Yes. Hallelujah. Oh, Rakabalaba. Ribalaba Shaida. ഉയർപ്പിന്റെ ശക്തി, പുനരുദ്ധാനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെട്ട് വരട്ടെ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഓ റബബാലബ ഷൈഡബാലബ റബബ. The immeasurable greatness of His power. Rubala that Shaida. works towards us. Rubabalaba Shandala Rababa Shaida. Oh, hallelujah. Hallelujah. യേശുവിനെ മരിച്ചവനിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് The same spirit that raised Jesus back from the സകല dead. വാഴ്ചകൾക്കും മീതെ, It is over every power and സകല dominion. അധികാരങ്ങൾക്കും മീതെ, Over every dominion. സകല പ്രിൻസിപ്പാലിറ്റീസിനും മീതെ, Over every principalities. സകല ഗവൺമെന്റ് മീതെ, Over every government. ഓ സകല പാന്തകാര ശക്തികൾക്കും മീതെ Over every വ്യാപരിക്കുന്ന demonic forces. ദൈവശക്തി. There is a power of the Holy Ghost. ഓ റബാല ഷൈഡബാല റിബാലബ ഷന്ദല റബബ. പ്രാർത്ഥിക്കാകത്തവനിരിക്കണം.